മനസ്സിലാക്കുക, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസർച്ചിൽ അല്ലെങ്കിൽ ഒരു സ്റ്റഡിയിൽ ആ റിസർച്ചർ മാനിപ്പുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു ഇൻ്റർവെൻഷൻ, കോസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അതിനെയാണ് എന്ത് പറയുന്നത്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. മനസ്സിലാക്കി വെക്കാം, എക്സാമ്പിൾ വരുമ്പോഴത്തേക്ക് അതങ്ങ് സെറ്റാവും. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ പേര് പോലെ പറയുന്ന പോലെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ്. ഈ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ നമ്മൾ ചേഞ്ചസ് വരുത്തുമ്പോൾ അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതൊരു ഇൻ്റർവെൻഷനായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ചേഞ്ച് വരാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ എഫക്റ്റ് ഉണ്ടാകാൻ സാധ്യത ഉള്ളത് എന്താണോ, ആ ഫാക്ടർ എന്താണോ അല്ലെങ്കിൽ ആ വേരിയബിൾ എന്താണോ, അതിനെയാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. മനസ്സിലാക്കുക, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ നമ്മൾ ഉണ്ടാക്കുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് ചേഞ്ച് വരാൻ സാധ്യതയുള്ള വേരിയബിൾ എന്താണോ അതിനെയാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇങ്ങനെ ആയിരിക്കാം എന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനെ നമ്മൾ ഹൈപ്പോത്തീസിസ് എന്ന് പറയും. മനസ്സിലായോ? ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ആ എക്സാമ്പിളിൽ നിന്ന് എനിക്ക് ഇത് കുറച്ചൊരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പം ഒരു സ്റ്റഡിയാണ്. ഓക്കെ, ഒരു സ്റ്റഡി എക്സാമ്പിളായിട്ട് വായിക്കാം. എഫക്റ്റ് ഓഫ് ഡീപ് ബ്രീത്തിങ് എക്സസൈസ് ഓൺ ആൻസൈറ്റി എമംഗ് പ്രീ ഓപ്പറേറ്റീവ് പേഷ്യൻസ്. ഓക്കെ, ഇത് ഏകദേശം ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് നമ്മൾ എന്താ പറയുന്നത്, ചെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡീപ് ബ്രീത്തിങ് എക്സസൈസിൻ്റെ എഫക്റ്റീവ്നെസ് ആണ് ചെക്ക് ചെയ്യുന്നത്. എന്തിനാണ് ചെക്ക് ചെയ്യുന്നത്? പ്രീ ഓപ്പറേറ്റീവ് പേഷ്യൻസ്, സ്വാഭാവികമായിട്ട് അറിയാം, നമുക്ക് സർജറിക്ക് പോകാൻ പോകുന്ന ഒരു പേഷ്യൻറ്റിന് അതുമായിട്ട് ബന്ധപ്പെട്ട പേടിയും വെപ്രാളമൊക്കെ ഉണ്ടാവും, ടെൻഷനൊക്കെ നന്നായിട്ടുണ്ടാവും. മനസ്സിലായി? അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ആൻസൈറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിന് കഴിയുമോ, ഡീപ് ബ്രീത്തിങ് എക്സസൈസിന് കഴിയുമോ എന്നുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഇഫക്റ്റീവ്നെസ് എന്തുമാത്രം ഉണ്ടാവും എന്നുള്ള ഒരു സ്റ്റഡിയാണ് നമ്മളിവിടെ നടത്താൻ പോകുന്നത്. ഇതിൽ നിന്ന് ഏതാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഏതാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് തിരിച്ചറിയാൻ പറ്റണം അല്ലെങ്കിൽ എടുക്കാൻ സാധിക്കണം. അപ്പോൾ ഞാൻ ഡയറക്റ്റ് തന്നെ പറയാം, ഡീപ് ബ്രീത്തിങ് എക്സസൈസ്. ഓക്കെ, അതാണ് ഇവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഇൻ്റർവെൻഷൻ, സിമ്പിളായിട്ട് പറഞ്ഞാൽ. ഓക്കെ, റിസർച്ചർ ഉപയോഗിക്കുന്ന ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്ന കാര്യം, ചേഞ്ച് ചെയ്യുന്ന കാര്യം, കോസ്. ഓക്കെ, അതാണ് കോസ് എന്ന് പറയുന്നത്. ആ കോസ് അല്ലെങ്കിൽ ആ ഇൻ്റർവെൻഷനെയാണ് എന്തെന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെ ഉപയോഗിക്കുന്ന ആ ഒരു ഇൻ്റർവെൻഷൻ ഡീപ് ബ്രീത്തിങ് എക്സസൈസ് ആണ്. ഇൻ്റർവെൻഷനെ നമുക്ക് എന്ത് വിളിക്കാം? ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് വിളിക്കാം. ആ ഇൻ്റർവെൻഷൻ ഉണ്ടായി കഴിയുമ്പം സ്വാഭാവികമായിട്ടും ഒരു ചേഞ്ചിന് സാധ്യത ഉണ്ടല്ലോ. അത് പ്രെഡിക്റ്റ് ചെയ്തിട്ടാണല്ലോ, നമുക്ക് ഏകദേശം ആ ഒരു അനുമാനത്തോടാണല്ലോ ഈ സ്റ്റഡി തുടങ്ങുന്നത്. അപ്പം അത് കാരണം റിസൾട്ട് ഉണ്ടാകുന്നത്, ചേഞ്ച് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എഫക്റ്റ് എന്തിൻ്റെ മേളിലാണോ ഉണ്ടാകുന്നത് ആ ഇഫക്റ്റിനെ നമ്മൾ എന്ത് വിളിക്കും? ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. എന്തിലായിരിക്കും ആ ചേഞ്ച് വരാൻ സാധ്യതയുള്ളത്? ഡീപ് ബ്രീത്തിങ് ഇവിടെ എന്താ